ബാക്ക്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഒരു മിക്സ് വ്ളോഗായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പട്ടാമ്പി പോകാനുണ്ട്. പോകുന്ന സമയത്ത് വാവാച്ചക്കുട്ടിക്ക് സ്കൂളിൽ പ്രോഗ്രാം ഉണ്ട്, അതിന് ഷൂ മേടിക്കാൻ കയറിയതുണ്ട്. ഷൂ മേടിക്കാൻ കയറിയപ്പോൾ അങ്ങനെ അലമ്പുണ്ടാക്കുന്ന ആളൊന്നുമില്ല, പക്ഷേ യൂണിക്കോണിൻ്റെ സാധനങ്ങൾ കണ്ടാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ യൂണിക്കോണിൻ്റെ ട്രോളിക്ക് വേണ്ടിയിട്ട് ഭയങ്കര കരിച്ചിലിരുന്നു. അപ്പോൾ ഇനൂസ് വീഡിയോ എടുക്കണം കേട്ടോ. അത് കണ്ടപ്പോൾ എൻ്റെ ഒരു ഷോൾഡറിൽ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. ഇയാളെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ എനിക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ 2 വീഡിയോസും അവനോട് എടുക്കാൻ പറഞ്ഞു. പിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവൾ അങ്ങനത്തെ ഇതിലൊക്കെ വീഡിയോ എടുക്കുന്നത്. ഭയങ്കര വാശി യൂണിക്കോണിൻ്റെ ട്രോളിക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പട്ടാമ്പിക്ക് വരുന്ന സമയത്ത് ഈവനിങ് നല്ല ഒരു നേരം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ്ങിൽ എടപ്പാളിൽ നടുവട്ടത്തിലൊരു ഹോട്ടലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. ഞാനൊരു ഫുഡ് റിവ്യൂ, എടപ്പാൾ ഫുഡിൻ്റെ ഫുഡ് റിവ്യൂവിൻ്റെ അത് കണ്ടിട്ടാണ് കേട്ടോ ഇവിടെ വന്ന് നോക്കിയത്. അവിടെ വന്നപ്പോൾ നല്ല ആംബിയൻസും, പിന്നെ വന്ന സമയത്ത് ആരും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ മാത്രം, പിന്നെ ഇങ്ങനെ സമയം ആവണുള്ളൂ, നമുക്ക് ലേറ്റ് ചെയ്യും പട്ടാമ്പിക്ക് എത്താൻ. ഒരു 8:15 ആവണുള്ളൂ. അപ്പോൾ താഴത്ത് ചെറിയൊരു പ്ലെയർ ഉണ്ട്. ഇതിൻ്റെ താഴേക്ക് തന്നെ ഒരു ഫുട്ബോൾ ടർഫും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പ്ലേ ഏരിയയിൽ നിന്നിട്ട് കുറച്ച് നേരം കളിക്കണ്ടാവും. നേരത്തെ കണ്ട ആളെ അല്ല കേട്ടോ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് തന്നെ പറയുന്നുണ്ടായിരുന്നു ട്രോളി മേടിക്കണം. പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഗൗണൊന്നും ഇടുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഒരു ആവേശത്തിൽ അങ്ങോട്ട് ഡിസൈൻ ചെയ്യിപ്പിക്കും. പിന്നെ പറ്റില്ല, ഇപ്പം ചൂടായി തുടങ്ങിയില്ലേ, അപ്പം അങ്ങനത്തെ ഒക്കെ എടുത്തിടും ചെയ്യും. എന്തോരം ചൊല്ലുണ്ട്, വെയിലത്ത് മണ്ണാത്തി അലക്കാനും പോലെ മഴയത്ത് പോകുന്ന അതേപോലെ അവളെ കാര്യം. ചൂട് സമയത്ത് ഇതെടുത്തിടുന്നത് ഭയങ്കര ചൂടാണ് കേട്ടോ. ഇപ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അതിലിരിക്കും കേട്ടോ. ഇനൂസിനാണെങ്കിൽ അവൾക്ക് എന്തെങ്കിലും വാശി പിടിച്ച് കരയുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനൂസ് അന്ന് ഭയങ്കര ഹാപ്പി ആവട്ടെ. കാരണം അവൾ ആഗ്രഹിച്ചത് നമ്മൾ മേടിച്ചു കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു കിഡ്ലൻ ആംബിയൻസ് ആണ് കേട്ടോ വരുന്നത്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡൊക്കെ അത് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ അവർ നല്ലൊരു സാലഡ് വന്നിട്ടുണ്ട് കേട്ടോ. കുക്കുമ്പറും ക്യാരറ്റും പൈനാപ്പിളും മിക്സ് ചെയ്തിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പലരും പല ഐറ്റംസാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം കുറേശ്ശെ പോർഷൻസ്. അപ്പോൾ എന്നാൽ എല്ലാവർക്കും മിക്സ് ചെയ്ത് കഴിക്കാമല്ലോ എന്നുള്ള അങ്ങനെ കേട്ടോ ഓർഡർ ചെയ്ത്. അപ്പൊക്കെ റൊട്ടി ആയിരുന്നു, വാവച്ചിക്കും ഉമ്മക്കും പൊറോട്ട, ഇനോസിന് ചിക്കൻ മന്തി, എനിക്ക് അവിടുത്തെ ബീഫ് കുൽച്ച എന്ന് പറഞ്ഞൊരു ഐറ്റം കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സാലഡ് എടുത്ത് കഴിക്കണം കേട്ടോ. സാലഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ആദ്യം അത് കഴിച്ചു. പിന്നെ ഓരോരുത്തരായിട്ട് ഓർഡർ ചെയ്ത ഐറ്റംസൊക്കെ ഇതാ വന്നുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എല്ലാവരും വാവച്ചിക്കും ഇനൂസിനൊക്കെ കിട്ടിയിട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ബീഫ് കുൽച്ച എന്ന് പറഞ്ഞ ഐറ്റമാണ് കേട്ടോ. ഇത് ഞാനിത് ഫുഡ് റിവ്യൂവിൽ കണ്ടപ്പോൾ മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് കണ്ടപ്പോൾ ഇതൊക്കെ. പിന്നെ ബീഫിൻ്റെ റിബ്സ് അത് ഒറ്റ പീസ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അൽഫാം മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബീഫ് കുൽച്ച എന്ന് വെച്ചാൽ നമ്മൾ ഈ ചപ്പാത്തിൻ്റെ ഒക്കെ ഇതുപോലത്തെ അതിൻ്റെ ഉള്ളിൽ ബീഫിൻ്റെ ഒരു ഫില്ലിങ്സ് ആയിട്ട് വരുന്നത് സംഭവം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ. ബീഫ് കുൽച്ച എന്നാണ് പേര് വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ ഒരു 4 പീസസ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. ബീഫ് കുൽച്ച ബീഫിൻ്റെയും എല്ലാത്തിനും നല്ലൊരു ഫ്ലേവേർഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ട് ഞാൻ ഓർഡർ ചെയ്തതിൽ ബീഫിൻ്റെ റിബ്സ് ആണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാ ഇനോസിന് എവിടെ പോയി കഴിഞ്ഞാലും മന്തി ഒന്ന് ട്രൈ ഔട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ബീഫ് റിബ്സ് ഒറ്റ പീസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതും നല്ല ടേസ്റ്റിയാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി പോലെ ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ബീഫൊക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ ഇത് ചിക്കൻ കാരാക്കുത്ത് എന്നാണ് കേട്ടോ പേര്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഐറ്റം. നമ്മളെ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ വേറൊരു വേർഷൻ, അതും നല്ല ഒരു നാടൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഫുഡൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കാരണം നല്ല എന്താ പറയുക, ഫുഡ് റിവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ചിലയിടത്ത് കഴിച്ചാൽ അത്ര സാറ്റിസ്ഫിക്കേഷൻ വരാറില്ല. ഇതെല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് ഒരുപോലെ. അപ്പോൾ എൻ്റെ പ്ലേറ്റ് മിക്സായി കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഇനൂസിൻ്റെ മന്തി ഒന്ന് ഓർഡർ ചെയ്തു. ഈ ചിക്കൻ കാരാക്കുത്തുണ്ടല്ലോ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, നല്ലൊരു ഫ്ലേവർ കേട്ടോ. നല്ല എല്ലാം മിക്സായിട്ട് മസാലയൊക്കെ. പിന്നെ വാവച്ചിക്കുട്ടി ഇരുന്നിട്ട് പൊറോട്ടയും കഴിക്കണ്ട്. അപ്പോൾ ട്രോളി ഒരു വിധമൊക്കെ മറന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ വെടിക്കൂലേ എന്ന് വെച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഇതാ കുറച്ച് മന്തി ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ മന്തിയും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചില മന്തി നമുക്ക് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ അത്ര വലിയൊരു ഇത് തോന്നില്ല, പെട്ടെന്ന് മടുപ്പിക്കണ പോലെ. പക്ഷേ ഇതങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കണ പോലെ തന്നെ നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള മന്തിയാണ് കേട്ടോ. ഞാൻ ചില വീഡിയോയിൽ ഇങ്ങനെ തലയിട്ടാട്ടുമ്പോൾ എല്ലാവരും പറയും വെറുതെ ആക്കണം. ഇത് വെറുതെ പറയില്ല കേട്ടോ. പിന്നെ ഇത് പ്രൊമോഷനും അല്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഹോണസ്റ്റ് റിവ്യൂ ആയിട്ട് പറയുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതാ നമ്മൾ പാത്രമൊക്കെ കാലിയാക്കിയിട്ടുണ്ട്. എല്ലാവരും ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല റാഹത്തായിട്ട് ഭക്ഷണം കഴിച്ചു തന്നെ പറയാം. അങ്ങനെ നമ്മൾ അവിടുന്ന്
പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. വാവാശക്കുട്ടി ബീഫിൻ്റെ റിബ്സിൻ്റെ ഒക്കെ എടുത്തിട്ട് വലിച്ച് താക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാര്യ ടൈമൊന്നും ഇല്ല. പക്ഷേ അവർക്ക് എല്ല് എടുക്കണം, ഇതിൻ്റെ പോലെ തന്നെ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, എല്ലിൻ്റെ ഐറ്റംസ് നല്ല ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയൊക്കെ ഐറ്റംസ് കഴിച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രൈസൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഓരോ ഐറ്റംസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ആകെ 740, 750 ആ റേഞ്ച് 740 റേഞ്ച് വന്നിട്ടുള്ളൂ കേട്ടോ. അതിന് നല്ല ബീഫിൻ്റെ റിബ്സൊക്കെ ഞാൻ ഒരു പോർഷൻ ഓർഡർ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ റെസ്റ്റോറൻറ്റ് വരുന്ന ബ്രൈറ്റ് ഈവൻറ്റ്സ് ആൻഡ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ വരുന്നത്. നടുവട്ടത്ത് നിന്ന് തൃശ്ശൂർ റോഡിനാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഹൈവേയിൽ തന്നെയാണ്. നമ്മൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലും, നമ്മൾ തൃശ്ശൂർ നടപ്പാൾക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ റെസ്റ്റോറൻറ്റ് വരാം. നല്ല അടിപൊളി ഫുഡ് ആൻഡ് ടേസ്റ്റാണ്. ഇവർക്ക് ഈവൻറ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും പോകുമ്പോൾ വഴിയിലൊന്ന് കയറി നോക്കാം. പിന്നെ ഇതാ വാവാച്ചിക്കുട്ടിക്ക് തലേ ദിവസം സ്കൂളിലേക്കുള്ള ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വൈറ്റ് ഷൂ ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അവളുടെ ഡാൻസിന് വൈറ്റ് വേണം. പ്യുവർ വൈറ്റ് നോക്കിയപ്പോൾ അവൾക്ക് വല്ലാണ്ട് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ അവൾക്ക് ഈ ഒരു വൈറ്റ് മതി പറഞ്ഞപ്പോൾ ആ ഒരു വൈറ്റ് മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ഡേയിൽ നമ്മളിതാ ഒരു വർക്ക് ഉണ്ട് കേട്ടോ. എനിക്ക് അങ്ങോട്ട് പോവാണ്, ഒരു മെഹന്തി വർക്കാണ്. അപ്പോൾ കുറേ കുട്ടികൾ ചോദിക്കലുണ്ട്, ഇപ്പോൾ ബ്രൈഡൽ ഹെന്ന വർക്ക് ചെയ്യലില്ലേ, അതുപോലെ ഹെന്ന കോൺസ് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. കൂടെ ഉമ്മാൻ്റെ ബിസിനസ്സായിട്ടുള്ള നൈവ് ഹെർബൽസിൻ്റെ സോപ്പും ഹോം മെയ്ഡ് ആയിട്ടുള്ള സോപ്സ്, ഹെയർ ഓയിൽ, സ്കിൻ ഓയിൽ അതൊക്കെ ഡീൽ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. ഉമ്മ എല്ലാം പ്രിപ്പയർ ചെയ്യും. പിന്നെ ഉമ്മക്ക് സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് തന്നെ കൂടുതൽ അതിനെ ഞാൻ തന്നെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വർക്കിന് പപ്പനെ കൊണ്ടാക്കി തരികയാണ്. അപ്പോൾ വർക്ക് കുറച്ച് വളാഞ്ചേരി ഏരിയയിലാണ്. അപ്പോൾ ഞാൻ പപ്പൻ്റെ അടുത്ത്, പപ്പ കുറച്ച് ബിസി ഉണ്ട്, പപ്പൻ്റെ അടുത്ത് ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എത്തിയിട്ട് അവിടുന്ന് പിന്നെ ഓട്ടോ വിളിച്ചിട്ട് പോവാണ് കേട്ടോ. അറിയുന്ന സ്ഥലമാണോ ചോദിച്ചാൽ വലിയ പരിചയമൊന്നുമില്ല, പക്ഷേ മുന്നേ പോയിട്ട് അങ്ങനെ കാറിലൊക്കെ പോയിട്ട് അറിയാം. പിന്നെ ആ കുട്ടി ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ വീട്ടിലെത്തിയിട്ട് ബ്രൈഡിനെ വെയിറ്റ്, ബ്രൈഡ് പുറത്തായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഇൻറ്റീരിയർ, ഒരു പ്രത്യേകതരം ആംബിയൻസ്, നല്ല പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വെറൈറ്റി ആയിട്ടുള്ള പോട്ട്സ് ഉണ്ട് കേട്ടോ അവരുടെ വീട്ടിൽ, ആൻറ്റി കളക്ഷൻസ് എന്ന് പറഞ്ഞത്. അങ്ങനെ ബ്രൈഡിനെ വെയിറ്റ് ചെയ്യാണ്. അതിലിടക്ക് പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. പോട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഇതാ നമ്മൾ ബ്രൈഡൽ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ കൂട്ടുകാർ ചോദിക്കും എത്ര ബ്രൈഡൽ വർക്കിന് ചാർജ് ചെയ്യൽ കാര്യങ്ങളൊക്കെ. പിന്നെ ഓരോ ഡിസൈൻസും നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുക. സ്റ്റാർട്ടിങ് നമുക്കൊരു ആവറേജ് റേറ്റ് ഉണ്ട്. പിന്നെ ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ട് അതേപോലെ തന്നെ റേറ്റിന് നിങ്ങൾക്ക് നിങ്ങൾ ആ റേറ്റ് അന്ന് വീഡിയോയിൽ പറഞ്ഞല്ലോ, പക്ഷേ ഡിസൈൻസ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറയാത്തത്. നിങ്ങൾക്ക് എൻക്വയറീസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജുണ്ട് നഫു ഹന്ന, അതിൽ കോൺടാക്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് നോമ്പും പെരുന്നാൾ കഴിഞ്ഞ കല്യാണ വർക്കുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ബ്രൈഡൽ വർക്ക് ഒരുവിധമൊക്കെ കഴിഞ്ഞു. കൈൻ്റെ പുറത്തും ഉള്ളിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിക്കാഹായിരുന്നു കേട്ടോ. ബ്രൈഡ് അഡ്വക്കേറ്റാണ്. നല്ല കുട്ടി കേട്ടോ. നല്ല എന്താ പറയുക, ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നു, പക്ഷേ ഭയങ്കര കമ്പനി, നല്ല ഫ്രണ്ട്ലി ടോക്ക് ആയിരുന്നു. അപ്പോൾ മെഹന്തി ഇട്ട് കഴിഞ്ഞിട്ട് അറിഞ്ഞില്ല രണ്ടുപേരും. അങ്ങനെ അതാ ഞാൻ തിരിച്ചു പോരുകയാണ്. അപ്പോൾ തിരിച്ച് ബസ്സിലാട്ടോ വരുന്നത്. പിന്നെ ഉച്ച സമയത്താണ് വരുന്നത്. അപ്പോൾ അത് കാരണം ബസ്സിൽ എന്താ പറയുക തീരെ തിരക്കില്ല. പിന്നെ അവർ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്, പറയാൻ മറന്നിട്ട്. പ്രത്യേകം നല്ല ടേസ്റ്റിൽ നെയ്ച്ചോറും ചിക്കൻ കറി ചെയ്യുന്നുണ്ടോ. അങ്ങനെ അതാ വീട്ടിലെത്തിയപ്പോഴേക്കും ഉമ്മ നല്ല സോസേജിൻ്റെ പിസ്സൊക്കെ ഉണ്ട്, ബ്രെഡ് പിസ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട്. മക്കൾ സ്കൂളിൽ വന്ന് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ബാക്ക് ടു വർക്ക് ആയിട്ടുള്ള എൻ്റെ ഹെന്നൻ്റെ പരിപാടികൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇനിയിപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ വരാൻ പോവല്ലോ. അപ്പോൾ അതിനും ഓർഡേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ, ഹെന്ന കോൺസിനോ ഹെന്ന പൗഡറിനൊക്കെ. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഇതാ വാവാച്ചിക്കുട്ടി സ്കൂളിൽ പോവുകയാണെന്ന്. വാവാച്ചിക്കുട്ടി ഒറ്റക്കാട്ടോ സ്കൂളിൽ പോകുന്നത്. കാരണം അവളുടെ സ്കൂളിൽ ഡാൻസ് പ്രോഗ്രാം ഉണ്ട് അവൾക്ക്, ജൂനിയർ KGയുടെ. അപ്പോൾ ഗ്രാൻഡ് പാരൻസ് ഡേ എന്നിട്ട് പറഞ്ഞു പപ്പ കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോവാണ്. നീനൂസ് പോകണില്ല, പക്ഷേ അവൾക്ക് ഡാൻസ് ഉള്ള കാരണം ആൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ പപ്പയോളം കൂടി ബൈക്കിൽ പോവാണ്. ബൈക്കിൽ ഹെൽമെറ്റ്, ഇനൂസിൻ്റെ ഹെൽമെറ്റൊക്കെ വെച്ച് പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ആളിരിക്കുന്നത്. അങ്ങനെ ഇതാ അവർ രണ്ടാളും കൂടി കൊണ്ടാക്കുകയാണ് കേട്ടോ സ്കൂളിലേക്ക്. അവൾ പോയി. പക്ഷേ ഇനൂസ് ഭയങ്കര ഹാപ്പി കേട്ടോ. അവൾ പോയിട്ട് അവനവിടെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഇടയ്ക്ക് വാവാച്ചിക്ക് ഒരു സങ്കടം ഉണ്ടാവും, പക്ഷെ ഇന്ന് ഡാൻസ് ഉള്ള കാരണം വാവാച്ചിക്കുട്ടി നല്ല ഹാപ്പിയാണ് കേട്ടോ. വാവാച്ചിക്കുട്ടിയുടെ ഡാൻസ് കാണാൻ വേണ്ടി സ്കൂളിലേക്ക് പോവുകയാണ്. ഞാനും ഇനൂസ് പപ്പ മമ്മയും കൂടെ ചെന്ന് കയറുന്ന സമയത്തോട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. കഴിയാത്ത സമയത്ത് ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ കുറേ പേര്, എല്ലാ പാരൻസും നല്ല തിരക്കുണ്ട് കേട്ടോ. ഇരിക്കാൻ സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഓരോ കുട്ടികളുടെ പ്രോഗ്രാം കഴിയുമ്പോൾ അവർ എണീറ്റ് പോകുമ്പോൾ അങ്ങനെ സ്പേസ് കിട്ടിട്ടോ.
ആദ്യം ഇങ്ങനെ ബാക്ക് സൈഡിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഓരോ പാരൻസ് പോകുമ്പോൾ ഫ്രണ്ടിലേക്ക് കയറി ഞങ്ങൾ ഫ്രണ്ടിലെത്തിയിട്ടു. ലാസ്റ്റ് നല്ല ഭംഗിയുള്ള പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടോ കുട്ടികളുടേത്. പിന്നെ ഓരോ ഇയർ കൂടുന്തോറും അൻസാറിൽ ഓരോ പ്രോഗ്രാംസ് നല്ല വെറൈറ്റി ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. വാവാച്ചിക്കുട്ടി മിനൂസ് ഏത് സ്കൂളിലാണ് പഠിക്കണമെന്ന് പറയും കുറേ പേര് ചോദിക്കലുണ്ട്. എപ്പോഴും പറയലുണ്ട് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലാണ് കേട്ടോ, പെരുമ്പ്ലാവിൽ, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. എപ്പോഴും പറയും ഞങ്ങളെ വീട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ, എൻ്റെ വീട് പാലക്കാട് ഡിസ്ട്രിക്റ്റ്, മക്കൾ പഠിക്കുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുറേ പേര് ചോദിക്കും എന്താ എപ്പോഴും അൻസാർ ലോങ് അല്ല. ലോങ് ഉണ്ട്, അത്യാവശ്യം നമുക്കൊരു 20 കിലോമീറ്റേഴ്സ് അടുത്തുണ്ട് അൻസാർ സ്കൂളിലേക്ക്. പക്ഷേ ഇക്കൊരു ഭയങ്കര ഇഷ്ടമാണ് അൻസാർ സ്കൂൾ. അവിടെ പഠിപ്പിച്ചാൽ മതി, ചേർത്തിയാൽ മതി. പിന്നെ ഇപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. നല്ല കംഫർട്ടായിട്ടുള്ള സ്കൂൾ തന്നെയാണ്, ടീച്ചിങ് ആണെങ്കിലൊക്കെ അൽഹംദുലില്ലാ. അങ്ങനെ ഇതാ നമ്മൾ കയറി ഫ്രണ്ടിലെത്തി, ഞാനും മിനോസും കൂടി കേട്ടോ. സൈഡിൽ കൂടെ നടന്ന് വന്നിട്ട് ഇതാ ഫ്രണ്ട് സീറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാവാച്ചിക്കുട്ടീൻ്റെ ഡാൻസ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മിനോസ് വീഡിയോസ് എടുത്ത് തരില്ല, എനിക്ക് പറ്റില്ല, എൻ്റെ പഴയ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ ഉണ്ട്, അവർ എന്നെ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഷൈനസ്സിലിരിക്കുകയാണ് കേട്ടോ. ഉമ്മ ബാക്ക് സൈഡിലിരിക്കുന്നുണ്ട്, ഞാനും പപ്പ മിനോസും ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കുട്ടികളുടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് പ്രോഗ്രാംസ് കാണാൻ. വാവാച്ചിക്കുട്ടീൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞ് മാഷാ അടിപൊളിയായി കളിച്ചിട്ടുണ്ടായിരുന്നു. മറ്റുള്ള പോലെ മാക്സിമം നന്നായിട്ട് പ്രോഗ്രാം അടിപൊളി ഉണ്ടായിരുന്നു. മാമിന് ഒരുപാട് ടെൻഷനായിരുന്നു കേട്ടോ, അതുപോലെ നമുക്കും ടെൻഷൻ. അപ്പോൾ അത് കഴിഞ്ഞ നമ്മളൊന്ന് ഒരു പരിപ്പടയും ചായയും സമോസ കഴിച്ച് നല്ല ഫുഡ് ചെയ്യുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അപ്പോൾ ഇത് അവർക്ക് പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ മിസ് അവരുടെ ക്ലാസ് ടീച്ചറാണ് കേട്ടോ ദീപ്തി മാം. ആ മാം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ മാമിന് ഭയങ്കര ടെൻഷൻ ആയിരുന്നു കുട്ടികളെ പ്രോഗ്രാം എങ്ങനെ. പക്ഷേ കുട്ടികളെ പ്രോഗ്രാം എക്സ്ട്രീംലി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. മാക്സിമം അടിപൊളി കുട്ടികൾ നന്നായി കളിച്ചിട്ടുണ്ട് കേട്ടോ. മാമിൻ്റെ എഫേർട്ടൊക്കെ അവിടെ കാണാനുണ്ട് കുട്ടികൾ. അങ്ങനെ ഇതാ അവർക്ക് പ്രൈസൊക്കെ കൊടുക്കുന്നുണ്ട് മാം. അപ്പോൾ അവരെല്ലാവരും പ്രൈസ് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ കൊടുക്കൽ സെക്ഷനായിരുന്നു. ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഇതാ എല്ലാവരും ക്ലാസ് റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൈനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞാൽ അവർ ക്ലാസ്സിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് അവരെ വിളിക്കാം കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ നമ്മൾ മക്കളെ സ്കൂളിൽ നിന്ന് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വാവാച്ചിക്കുട്ടിനെ വിളിച്ചിട്ട് തിരിച്ച് പോകാനുള്ള പ്ലാനിങ്ങിൽ വന്ന് കേട്ടോ. ഈ വാവാച്ചിക്കുട്ടി മോളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് കേട്ടോ. ഒന്നല്ല കുറേ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായില്ല, ഒരാളെ മാത്രമേ ഫോട്ടോ കിട്ടിയിട്ടുള്ളൂ കേട്ടോ, സൈനപ്പ്. അവർ രണ്ടാളും കൂടി ഇതാ ഫോട്ടോ വീഡിയോ സെക്ഷനൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മളവിടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ തിരിച്ചു പോരാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വാവാച്ചിക്കുട്ടീൻ്റെ ഡാൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെ വാവാച്ചിക്കുട്ടി ഇത് ഓടി ഡ്രസ്സിങ് കഴിഞ്ഞ് പപ്പൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. പപ്പയോളും ഭയങ്കര നല്ല ബോണ്ടിങ്ങാണ്. അങ്ങനെ അവൾക്ക് പ്രൈസ് കിട്ടി, ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മളങ്ങനെ തിരിച്ചു വന്നു. പിന്നെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.